സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മനോഹരമായ ഈ സമയം ദൈവവചനം സംസാരിപ്പാൻ കേൾക്കുവാൻ നാം സംഗമിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാ ആദരവും ബഹുമാനവും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അർപ്പിക്കുകയാണ്. നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം എന്നുള്ളത് ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും അധികം പ്രതിപാദ്യം ആയിട്ടുള്ള ഒരു വിഷയമാണ്. അത് വിശ്വാസമെന്ന വിഷയമാണ്. നമുക്കറിയാം, ക്രിസ്ത്യാനികളെ പൊതുവെ വിശ്വാസികളെന്നാണ് അറിയപ്പെടുക. വിശ്വാസത്തെ സംബന്ധിച്ച് വിവിധ നിലയിൽ ആളുകൾ മനസ്സിലാക്കാറുണ്ട്. ഒരുപക്ഷേ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ശക്തിയേറിയൊരു എലമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ പറയും. ചില ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതേപടി സംഭവിക്കും, ശക്തമായ വിശ്വാസം ഉണ്ടെങ്കിൽ നടക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ക്രിസ്തീയ വിശ്വാസം ലക്ഷ്യമിടുന്നത് ആരെ വിശ്വസിച്ചു എന്നുള്ളതിലാണ്. നമ്മുടെ വിശ്വാസം ആരിൽ നിക്ഷേപിച്ചിരിക്കുന്നുവോ, ആരിൽ നമ്മുടെ വിശ്വാസം വെച്ചിരിക്കുന്നുവോ ആ വിശ്വാസത്തിൻ്റെ ശക്തിയാണ്, ആ വ്യക്തിയുടെ ശക്തിയാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് ഏറ്റവും മനുഷ്യനെ കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ ലോക ജീവിതം ഇവിടെ ആരംഭിച്ച് ഇവിടെ അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് നിത്യതയിൽ ഒരു ജീവിതമുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അനേകർക്ക് സംശയമുണ്ട്. എന്നാൽ ഈ ഭൂഗോളത്തിൽ വന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു താൻ അത്ഭുതകരമായി ജനിക്കുകയും അത്യത്ഭുതകരമായി ജീവിക്കുകയും അതിശയപൂർവകമായ നിലയിലുള്ളൊരു മരണം മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വ്യക്തിയാണ്. താൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് ബൈബിൾ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ദൃഢമായ വിശ്വാസം, ദൈവത്തിൻ്റെ സ്വീകാര്യമായ പ്രസാദകരമായ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസികളുടെ പിതാവ് എന്ന് ലോകം വിളിക്കുന്ന അബ്രഹാം പിതാവിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുവാനായിട്ടാണ് നാം ഇന്ന് പരസ്പരം സംസാരിക്കുന്നത്. നാം ഇന്ന് അതാണ് കേൾക്കാനായിട്ട് പോകുന്നത്. യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ 3 ലക്ഷണങ്ങൾ അബ്രഹാം പിതാവിൽ നിന്ന് പഠിക്കാമെന്നാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിങ്ങനെ പറയുന്നു. എബ്രായർ 11-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു.
അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഈ വേദഭാഗം വായിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വീണ്ടും കാണുന്ന ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇതുപോലെ തന്നെ ഈ പാസേജ് കടന്നു വരുന്ന ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞാലും അതിൻ്റെ 11-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ വിശ്വാസത്താൽ വ്യത്യസ്ത വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നെങ്കിലും ഈ ഞാൻ വായിച്ച 13 മുതൽ 16 വരെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ അതിന് മുകളിലും അതിൻ്റെ താഴെയും പ്രതിപാദിക്കുന്നതായിട്ടുള്ള വിഷയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് 13 മുതൽ 16 വരെയുള്ള കാര്യത്തെക്കുറിച്ച് ഇവർ എന്ന് പറയുമ്പോഴും അതിലെ കേന്ദ്രീയ വ്യക്തിത്വം അബ്രഹാമാണ്. ഈ അബ്രഹാമിൻ്റെ വിശ്വാസം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അനുഗമിക്കാവുന്ന, നമുക്ക് അനുധാവനം ചെയ്യാവുന്ന അനേകം മാതൃകൾ, വിശ്വാസത്തിൻ്റെ പാറ്റേണുകൾ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഞാനിവിടെ വായിച്ച എബ്രായർ 11-ന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യത്തിനകത്തു നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ 3 ലക്ഷണങ്ങൾ അബ്രഹാമിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 3 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുധാവനം ചെയ്താൽ, ആ ലക്ഷണത്തെ പരിശോധിച്ച് ഉറപ്പാക്കിയാൽ നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ആദ്യത്തെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്, വാസ്തവം എന്തെന്നറിയാതെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുന്നവൻ. അതായത് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ സ്വദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നാണ് അബ്രഹാമിനോട് ആദ്യമായിട്ട് ദൈവം സംസാരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, അബ്രഹാം വളരെ ശ്രദ്ധേയമായ ഒരു നഗരത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. ആ കാലഘട്ടത്തിൽ, ആ പുരാതന കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ഒരു സമൂഹമായിരുന്നു അബ്രഹാമിൻ്റെ പിതാവ് തേരഹും ഒക്കെ അടങ്ങുന്ന സമൂഹം. ആ കാലത്തെ പ്രബലരായ ആളുകളായിരുന്നു. ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ കാലമാണ്. അപ്പോൾ അബ്രഹാമിനെ മാത്രമായി ദൈവം വിളിച്ച് അങ്ങോട്ട് വേർതിരിക്കുകയാണ്. അബ്രഹാമിൻ്റെ പിതാവ് വിഗ്രഹങ്ങളുണ്ടാക്കി വിപണനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷേ അബ്രഹാം വിശ്വാസത്തിൽ വിളിക്കപ്പെട്ടു. യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ചു. അന്നത്തെ കാലത്ത് ദൈവം മനുഷ്യരോട് സ്വപ്നങ്ങളിലൂടെയും അതുപോലെ ചില ശബ്ദങ്ങളിലൂടെയും ഒക്കെ സംസാരിക്കുക, സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെടുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ദൈവ മനുഷ്യ സംസർഗം സാധ്യമായിരുന്നത്. അബ്രഹാം ദൈവം പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ എന്തോ ദോഷമുണ്ട് എന്ന് താൻ മനസ്സിലാക്കിയിരുന്നൊരു വ്യക്തിയായതുകൊണ്ട്, താൻ വിഗ്രഹങ്ങളെ വെറുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട്, ഒരു യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുകയും അത് ആരാണെന്ന് അന്വേഷിച്ചെടുക്കുകയും ചെയ്ത ഒരാളായിരുന്നതുകൊണ്ട് ദൈവം അവനെ നേരിട്ട സമയത്ത് തന്നെ ദൈവം അവനോട് അരുളി ചെയ്തത് വിശ്വസിച്ചുകൊണ്ട് താൻ പുറപ്പെട്ടു എന്നുള്ളതാണ്. അത് എങ്ങോട്ട് പുറപ്പെടുന്നു എന്നറിയാതെ എന്നാണ് ഈ 11-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എങ്ങോട്ട് പുറപ്പെടുന്നു എന്നറിയാതെ അബ്രഹാം പുറപ്പെടുകയാണ്. തൻ്റെ ഭാര്യയെയും തൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായ ലോത്തിനെയും ഒക്കെ കൂട്ടി ചെറിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് താൻ തൻ്റെ നഗരം വിട്ട്, തൻ്റെ പിതൃഭവനം വിട്ട്, തൻ്റെ പിതാവിനെ വിട്ട് താൻ എങ്ങോട്ടെന്നറിയാതെ പുറപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ ആദ്യ ലക്ഷണം എന്താണ്? വാസ്തവം എന്തെന്നറിയാതെ വാഗ്ദത്തങ്ങളിൽ ചാരിയുള്ള യാത്രയാണ്. നോക്കുക, ദൈവം എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ അതിൻ്റെ മേൽ ആമേൻ എന്ന് പറയുന്നതാണ് വിശ്വാസത്തിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവം ഒരു പക്ഷേ സംസാരിക്കും. ഇന്നത്തെ കലുഷിതമായ ലോകത്തിൽ എന്ത് ചെയ്യും, എങ്ങോട്ട് പോകുമെന്നറിയാതെ മനുഷ്യർ ഇങ്ങനെ വിവശരായി ജീവിക്കുന്ന ഈ ഒരു കാലത്ത്, ഒരു പക്ഷേ രോഗവും ദുരിതങ്ങളും ഭാരങ്ങളും ഒക്കെ വർദ്ധിച്ച ഈ കാലത്ത് ഈ ജീവിതം എങ്ങനെ ഒന്ന് മുന്നോട്ട് നയിക്കും, ഈ ജീവിതത്തിൻ്റെ അവസാനം എന്താവും, മരിച്ചതിന് ശേഷം എന്താവും എന്നുള്ള വ്യാകുലതയോടെ ജീവിക്കുന്ന ആളുകൾ ധാരാളമുള്ളതായിട്ട് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, വേദപുസ്തകമാകുന്ന ബൈബിൾ വളരെ ശക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ഇറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യാത്ത ഒരു ജീവനിലേക്ക് നമ്മളെ ഘടിപ്പിക്കുകയാണ്. നിത്യജീവൻ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവനായതുകൊണ്ട് അതിനൊരു ആരംഭമില്ല. ദൈവപുത്രൻ്റെ ജീവൻ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ആ ജീവൻ ആരംഭവും അവസാനവുമില്ല.
ഇവിടെ ആരംഭിച്ച് അവസാനിച്ച് നിത്യനാശത്തിൽ ചെന്ന് അവസാനിക്കാവുന്ന ഒരു ജീവിതത്തിന് യേശു കർത്താവിൽ വിശ്വസിക്കുന്നത് മുഖാന്തരം നിത്യമായ ഒരു സോഴ്സുമായി, ഒരു ജീവൻ്റെ ഒരു ഉറവിടവുമായിട്ടൊരു കണക്ഷൻ കിട്ടിയിട്ട് നമ്മൾ വെറുതെ ശരീരം ഉരിഞ്ഞു മാറ്റി വെച്ചിട്ട് നിത്യജീവനിലേക്ക്, നിത്യരാജ്യത്തിലേക്ക്, പുതിയ ആകാശഭൂമികളിലേക്ക് കർത്താവിനോട് ചിരകാലം വാഴുവാനായിട്ട് പോകുന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം ഒരുപക്ഷെ അബ്രഹാം ആ നിലയിൽ മനസ്സിലാക്കിയിട്ടില്ല. അബ്രഹാമിനോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ നീ കാലുകുത്തുന്ന ദേശമൊക്കെ വാഗ്ദത്തം ആയിട്ട് നൽകുകയാണ്, വാഗ്ദത്ത ദേശം നിനക്ക് തരാമെന്ന് പറയുകയാണ്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ ദൈവത്തെ വെച്ച് ആണയിട്ടു എന്നാണ് പറയുന്നത്. എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തെ സാക്ഷി നിർത്തി, ദൈവത്തിന് മറ്റാരെയും സാക്ഷ്യം പറയാനില്ലാത്തത് കൊണ്ട് ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞു, അതെ നിനക്കും നിൻ്റെ സന്തതിക്കും ഞാൻ ദേശം കാണിച്ചിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവൃത്തിയുടെ 7-ാം അധ്യായത്തിൽ സ്റ്റെഫാനോസിൻ്റെ വ്യാഖ്യാതമായ പ്രസംഗത്തിൽ താൻ പറയുന്നൊരു കാര്യമുണ്ട്. അബ്രഹാം കാനാൻ ദേശത്തെത്തി കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് തനിക്ക് കാല് വെക്കാൻ ഇടം കിട്ടിയില്ല എന്നാണ് 7:5 പറയുന്ന അപ്പോസ്തല പ്രവൃത്തികൾ. കാരണം വാഗ്ദത്ത ദേശം ഒരു അന്യനെ പോലെ, ഒരു പരദേശിയെ പോലെ താൻ താമസിച്ചു എന്നാണ് പറയുക. നോക്കുക, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ വിശ്വസ്തത കണ്ടതുകൊണ്ട്, എന്തുകൊണ്ടാണ് താൻ വാസ്തവം എന്തെന്നൊന്നും തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ വാക്കിൽ മാത്രം ചാരിക്കൊണ്ട് എന്തുകൊണ്ടാണ് താൻ മുന്നോട്ട് പോയത്? കാരണം 2 കാര്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ദൈവത്തിന് വ്യാജം പറയാൻ കഴിയില്ല എന്നറിയാം. സംഖ്യാപുസ്തകത്തിൽ ബിലെയാം ബാലാക്കിനോട് ചെല്ലുന്ന ഒരു ഗീതമുണ്ട്. ആ സ്ഥലത്ത് അതിൻ്റെ 23:10 ഇങ്ങനെ പറയുന്നുണ്ട്, വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവന് മനുഷ്യപുത്രനല്ല, താൻ പറഞ്ഞത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്ത് നിവർത്തിക്കാതിരിക്കുമോ. ഈ വിശ്വാസം അന്ന് ബിലെയാമെന്ന് പറയുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപട പ്രവാചകനായിരുന്ന ബിലെയാമിൻ്റെ വായിൽ ആ സദൃശവാക്യം ദൈവം കൊടുത്തെങ്കിൽ അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ ഇതെത്ര അധികമായി കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൽ നിന്ന് വിശ്വസിക്കുകയാണെങ്കിൽ പാപമംഗലമായ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്. സംശയമില്ല. നീതിമാനായി ഒരുവനുമില്ല, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായിത്തീരുന്നു. റോമർ 3:23 മുതലുള്ള വാക്യങ്ങൾ അതാണ് പറയുക. ഒരു പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. റോമർ 3:25 പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിങ്ങളൊരു പക്ഷേ നിത്യജീവനിൽ പ്രവേശിക്കുവാൻ, നിത്യതയിൽ പ്രവേശിക്കുവാൻ, നല്ലൊരു മരണം വരച്ചുകൊണ്ട് പ്രത്യാശയിൽ നിങ്ങളുടെ ജീവിതം നിത്യതയിൽ എത്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് നിങ്ങൾക്കായിട്ട് കടന്നു പോകാനായിട്ട് ഒരു കപ്പലുണ്ട്. അലയൊടുങ്ങാത്ത ഈ അലകടലിൽ, ജീവിതമാകുന്ന ഈ മഹാസാഗരത്തിൽ, അതെ നിങ്ങൾക്ക് അക്കരെ ലക്ഷ്യമാക്കി പോകുന്ന ഒരു കപ്പലുണ്ട്. മറ്റാരുമല്ല, നോഹയുടെ കാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ 8 പേർ ഒരു പെട്ടകത്തിൽ കയറി രക്ഷപ്രാപിച്ചു നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ. നിങ്ങൾക്ക് ഇന്നൊരു പെട്ടകം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഈ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ സ്വന്തം ശരീരത്തിലേറ്റി പാപശാപവാദികളെ വഹിച്ചുകൊണ്ട് കാൽവരി കുരിശിലേക്ക് അതെ നിസ്സംഗനായി നടന്നുപോയി, തന്നെക്കുറിച്ച് ഓർക്കാതെ നടന്നുപോയി നിങ്ങളുടെ പാപം ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി അവനേറ്റ അടിയാൽ, അവനേറ്റ മുടിയാൽ, അവനേറ്റ ദണ്ഡനങ്ങളാൽ നിങ്ങളുടെ പാപത്തിന് ശിക്ഷാവിധി നടപ്പായി ആ ക്രൂശിൽ അഗാധമായി മരണത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടിറങ്ങി നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ട്, നിങ്ങൾക്ക് നിത്യജീവൻ തരാൻ വേണ്ടി, നിങ്ങൾക്ക് പ്രത്യാശ തരാൻ വേണ്ടി ഉയർത്തെഴുന്നേറ്റ് നിങ്ങളെ ഇന്ന് നീതീകരിപ്പാൻ വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്ന കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കും. നിങ്ങളുടെ പാപം പൂർണ്ണമായി ക്ഷമിക്കപ്പെടും. കാരണം കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചപ്പോൾ നിങ്ങളുടെ മരണം ആ ക്രിസ്തുവിൽ സംഭവിച്ചു. നിങ്ങൾക്ക് ഇനിയൊരു മരണത്തിൻ്റെ ആവശ്യമില്ല, നിത്യമരണത്തിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് നിത്യനാശത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിത്യനാശം ചുമന്നൊഴിച്ചു. നിങ്ങളുടെ നരകം ക്രിസ്തു ചുമന്നൊഴിച്ചു എന്നുള്ളതാണ് തിരുവെഴുത്തുകൾ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ വാസ്തവം അന്വേഷിച്ച് പോകാതെ നിങ്ങളുടെ ബുദ്ധിക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഈ ലോകത്ത് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ബുദ്ധിയെ തൃപ്തമാക്കുന്ന രീതിയിൽ കണ്ടെത്താൻ നടക്കേണ്ട അതിൻ്റെ ആവശ്യമില്ല. ഈ പുസ്തകം, ഈ ബൈബിൾ അതെ അസംയുക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു ഏക രക്ഷിതാവാണ്, വേറെ ഒരു രക്ഷകനുമില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെയിൽ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ നൽകപ്പെട്ട നാമം യേശുവിൻ്റെ നാമമാണ്. അദ്ദേഹം അത് വിശ്വസിച്ചു. വിശ്വാസികളുടെ പിതാവ് ഒന്നും ലഭിച്ചില്ല, ഈ ഭൂമിയിൽ കാല് വെക്കാൻ ഇട കിട്ടിയില്ല. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7:5 കണ്ടു. അദ്ദേഹം
ഒരന്യനെ പോലെ, ഒരു പരദേശിയെ പോലെ വാഗ്ദത്ത ദേശത്ത് ജീവിച്ചു മരിച്ചു എന്നാണ് കാണുന്നത്. നിങ്ങൾ നോക്കിയേ, ദൂരവേ നിന്ന് കണ്ട് അഭിവാദ്യം ചെയ്തു. വാഗ്ദത്ത ദേശം ഒരിക്കലും അവകാശം കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ശവമടക്കാൻ സമയം വന്നപ്പോൾ ഈ കാനാൻ ദേശം വാഗ്ദത്തം ചെയ്ത ദേശത്താണ് താൻ ജീവിക്കുന്നത്. അവിടെ സാധാരണ മനുഷ്യരെ പോലെ കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയൊക്കെ താൻ ജീവിച്ചു. പക്ഷേ തനിക്ക് അവിടെ 1 സെൻറ്റ് സ്ഥലത്തിന് പോലും പട്ടയം കിട്ടിയില്ല, അല്ലെ 1 സെൻറ്റ് സ്ഥലം പോലും തൻ്റെ പേരിൽ കൂട്ടിയില്ല. തൻ്റേതെന്ന് പറയാൻ ഒരു തുണ്ട് സ്ഥലമില്ലായിരുന്നു. നമുക്കറിയാനായിട്ട് സാധിക്കും, അദ്ദേഹം ഒരു മനുഷ്യനോട്, ആ ദേശവാസിയായ ഒരു മനുഷ്യനോട് ഒരു തുണ്ട് ഭൂമി വില കൊടുത്ത്, വെള്ളി തൂക്കിക്കൊടുത്ത്, കച്ചവടക്കാരുടെ കണക്കനുസരിച്ച് വെള്ളി തൂക്കിക്കൊടുത്തിട്ട് വാങ്ങിയെടുത്ത് അവിടെ തൻ്റെ ഭാര്യയെ അടക്കം ചെയ്യാൻ അല്പം മണ്ണ് മാത്രമേ തനിക്ക് ഈ ഭൂമിയിൽ താൻ മരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. വലിയ വാഗ്ദത്തങ്ങളൊക്കെ ദൈവം ചെയ്തതാണ്. പക്ഷേ എങ്ങനെയാണ്? ദൈവം അവിശ്വസ്തനാണ്. ഒരു നാളും ദൈവം വിശ്വസ്തനില്ല. പോഷ്കില്ലാത്ത ദൈവം എന്നാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം വിശ്വസ്തൻ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുന്നില്ല. ഈ ദൈവം എന്താ ചെയ്തേ? ദൈവം പറഞ്ഞാൽ കൊടുക്കും. ഞാൻ പറയട്ടെ, അബ്രഹാമിൻ്റെ സന്തതികളാണ് ഇന്ന് യുദ്ധം ചെയ്യുന്ന, ഇന്ന് ഹമാസുമായും ഹിസ്ബുള്ളയുമായിട്ടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്തെ യുദ്ധം അരങ്ങ് തകർത്താടുകയാണ്. ആരാണവർ? ഈ അബ്രഹാമിൻ്റെ മക്കളാണ്. തനിക്കും തൻ്റെ സന്തതിക്കും ദേശം കൊടുക്കാമെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞിരിക്കുന്ന കടൽ മുതൽ കടൽ വരെയും നദി വരെയുമുള്ള ദേശം ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ ചെറിയ പ്രദേശത്ത് വസിക്കുകയാണ്. ഒരുപക്ഷെ യുദ്ധം അവരുടെ അതിർത്തി വിസ്താരപ്പെടുത്താണ്. ദൈവം പറഞ്ഞ അതിര് വിസ്താരപ്പെടുത്താണ്. നിങ്ങൾക്ക് ഈ ചരിത്രപരമായ ഇസ്രായേൽ, ഇന്ന് യുദ്ധം ചെയ്യുന്ന ഇസ്രായേൽ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ, അബ്രഹാം ഒരു യാഥാർത്ഥ്യമാണ്. അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം യാഥാർത്ഥ്യമാണ്. അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാമിൻ്റെ അതേ വിശ്വാസമുള്ളവർക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം കിട്ടുമെന്ന് ഗലാത്യ ലേഖനം 3:14 പറയുന്നതും യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലക്ഷണം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ബുദ്ധിക്ക് അന്വേഷിക്കാതെ വചനം പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാവുമോ? അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയിട്ടില്ല ഇതുവരെ, അവൻ്റെ സന്തതി കിട്ടിയിട്ടില്ല. അത് കിട്ടുക തന്നെ ചെയ്യും. യാക്കോബ് തൻ്റെ അവകാശം കൈവശമാക്കുക തന്നെ ചെയ്യുമെന്ന് ഒബദിയാവെന്ന് പറയുന്ന ഒരു പ്രവാചകൻ തൻ്റെ അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവകാശമാക്കുക തന്നെ ചെയ്യും. ആരെല്ലാം എതിർത്താൽ, ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾ എതിർത്താലും, മുഴുവൻ വർഗീയ ശത്രുക്കളെ എതിർത്താലും, ആരെതിർത്താലും അത് ദൈവവചനമാണ്. അതിന് മാറ്റം വരാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. കാരണം അത് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ അതേ വിശ്വാസം പിൻചൊല്ലുന്ന നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുതിയ ആകാശഭൂമികൾ, അതിർത്തിയില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശം, അതേ വാഗ്ദത്ത കാനാൻ, അത് ലഭിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപ സൗജന്യമായി ക്ഷമിക്കും. നിങ്ങളെ സമ്പൂർണ്ണതയുള്ള തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് പൊതുവാന ഭൂമികൾ എത്തിക്കും എന്നുള്ള കാര്യത്തിൻ്റെ യാതൊരു സംശയവുമില്ല. ഞാൻ രണ്ടാമത്തെ ഒരു ലക്ഷണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വസ്തുവകളുടെ ശൂന്യത ഗ്രഹിച്ചവനാണ് അദ്ദേഹം. വസ്തുവകളുടെ ശൂന്യത ഗ്രഹിച്ചു. നമുക്കതിൻ്റെ 13-ാം വാക്യത്തിൽ അതിൻ്റെ 2-ാം ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, വാഗ്ദത്ത ദേശത്ത് തങ്ങൾ അന്യരും പരദേശികളെ ഒന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്നാണ്. വിശ്വാസത്തിൽ ജീവിക്കുന്നത് പോലെ പ്രധാനമാണ്. വിശ്വാസ വിഷയം കിട്ടിയില്ലെങ്കിലും വിശ്വാസ വാഗ്ദത്ത വിഷയം പറഞ്ഞിരിക്കുന്നവൻ വിശ്വസ്തനാണെന്ന് എണ്ണിക്കൊണ്ട് ജീവിച്ചാൽ വിശ്വാസത്തിൽ അങ്ങ് മരിച്ചാൽ മതി. മരിച്ചു കഴിയുമ്പോഴാണ് കിട്ടുക. ഇന്ന് അസംഖ്യം ക്രിസ്ത്യാനികൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തെങ്കിലും നേടിയിട്ടാണ്? ഇവിടെ ആർക്ക് ശാശ്വതമായ നേട്ടങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ? നിങ്ങൾ മാളിക കെട്ടിയാലും, നിങ്ങൾ ഏറ്റവും ഉന്നതങ്ങളിൽ പോയി കൂടുവെച്ചാലും, നക്ഷത്രങ്ങളുടെ നമുക്കറിയാം ഇന്ന് വലിയ വലിയ സംവിധാനങ്ങൾ, ചൊവ്വയിലൊക്കെ വലിയ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? മരണത്തെ അതിജീവിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു ആറ്റോമിക് മിഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നമുക്കറിയാം ഈയിടെ കണ്ടുപിടിച്ച സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന സാധനം, ഇലോൺ മാസ്കിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സ്പേസ് ഷട്ടിൽ ശൂന്യാകാശത്ത് പോയി 450 ടൺ പേലോഡ് അവിടെ കൊണ്ടുവച്ചതിന് ശേഷം തിരിച്ച് ആ വിക്ഷേപണ തറയിൽ വന്നിറങ്ങി ലോകം ഞെട്ടിത്തരിച്ചു പോയി. അത്ഭുതങ്ങളൊക്കെ നടക്കും. പക്ഷേ ഒരു സ്പേസ് എക്സും വേണ്ട, അവരിൽ ആശ്രയിക്കുകയും വേണ്ട. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പുതിയ ആകാശഭൂമിയിൽ എത്തിച്ചേരും. ഈ വാഗ്ദത്തമാണ് നമുക്ക്. ഇദ്ദേഹം ഈ ലോകത്തിൽ ആശ വെച്ചില്ല എന്നാണ് പറയുന്നത്. അതെ, ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന വസ്തുവകളുടെ ശൂന്യത താൻ ഗ്രഹിച്ചു. ലോകം യോഗ്യമല്ല, അന്യരും പരദേശികളുമായിട്ടാണെന്നാണ് താൻ എണ്ണി പറഞ്ഞത്. എന്താണ് അന്യർ? അന്യർ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. നമുക്കറിയാം അന്യർക്ക് പ്രവേശനമില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മളവിടെ അന്യരാണ്, ആരുമല്ല. പരദേശി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ദേശക്കാരനല്ല. നമുക്കറിയാം വേറൊരു ദേശത്തും, നമ്മുടെ ഇന്ത്യ ഒരു രാജ്യമാണ്. ഇന്ത്യയിലെ എല്ലാവരും സഹോദരന്മാരാണ് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ബംഗാളിൽ നിന്ന് വന്നിരിക്കുന്ന സഹോദരന്മാരും ധാരാളം ലക്ഷക്കണക്കിന് പേര് കേരളത്തിലുണ്ട്. പക്ഷേ ഒരു ബംഗാളി ഫാമിലിയെ കണ്ടാൽ ഒരു മലയാളി ഫാമിലിയെ കാണുന്നവരുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിഷ് ചെയ്യുമോ? ചെയ്യല. അതൊരു റേഷ്യൽ പ്രശ്നമാണ്, ഒരു വംശീയ പ്രശ്നമാണ്, രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ഒരു പാപമാണ്. അവരെ സഹോദരി എന്നാണ് വിളിക്കുന്നത് ബംഗാളികളെ. അബ്രഹാം ജീവിച്ചിരുന്ന സ്ഥലത്ത് അവൻ മനസ്സിലാക്കി, ഞാൻ കേരളത്തിലെ ഒരു ബംഗാളി പോലെയേ ഉള്ളൂ, എനിക്കിവിടെ ഒരു വിലയില്ല. അതെ, ഈ ലോകത്തിൽ നിങ്ങൾ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കാമോ? നിനക്ക് വേണ്ടി തന്നെ നീ വൻകാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ഒരു നാളും അരുത് എന്ന് യെരമ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആഗ്രഹിക്കരുത്. നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം.
അതുകൊണ്ട് താനെ നിന്നതിനായി നമുക്കറിയാം, സ്വന്തമായിട്ട് ദേശമില്ലാത്ത ആളുകൾ ഇന്ന് അലഞ്ഞു കിടക്കുന്നത്. റോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറയുന്ന ബർമ്മയിൽ ജീവിച്ചിരുന്നവർ അവർ അവിടുത്തുകാരല്ല എന്ന് മനസ്സിലാക്കി അവിടുന്ന് അവരെ പുറന്തള്ളി. അവർ പല സ്ഥലങ്ങളിലും ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു ഫ്ലോട്ടിംഗ് ബോഡീസായിട്ട് ഇങ്ങനെ പാറി നടക്കുകയാണ്. ആരും അവരെ കയറ്റത്തില്ല. അവരെവിടെയെങ്കിലുമൊക്കെ ആരോരും ഇല്ലാത്ത സ്ഥലങ്ങളിലോ ദ്വീപസമൂഹങ്ങളിലോ വല്ല ചതുപ്പുകാട്ടിലോ ഒക്കെ പോയി കുടിൽ കെട്ടി ജീവിക്കുക. അവർക്ക് രാജ്യമില്ല. അതേ രീതിയിലാണ് അബ്രഹാം തന്നെക്കുറിച്ച് എണ്ണിയത്. കാരണം ഈ ലോകമല്ല നമ്മുടെ ജീവിതം, നിത്യതയാണ് നമുക്ക് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലം. അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും. ഈ ശരീരം ഒരു ഉടുപ്പൂരുന്ന പോലെ ഈ ഭൂമിയിൽ അവശേഷിക്കും. രോഗവും ദുരിതവും യുദ്ധവും ദണ്ണവും ന്യൂക്ലിയർ വാറൊക്കെ വരാവുന്ന ഒരു സാഹചര്യം നമ്മൾ ജീവിക്കുമ്പോൾ ഒരു നിമിഷം മരണം സംഭവിച്ചാൽ നിങ്ങളുടെ നിത്യത ഉറപ്പാക്കുമോ? സ്പേസ് എക്സിലൂടെയല്ല, ഇലോൺ മസ്കിലൂടെയല്ല, കർത്താവായ യേശുക്രിസ്തുവിലൂടെ. അതൊക്കെ നിങ്ങൾ നക്ഷത്രങ്ങളുടെ കൂട് വെച്ചാൽ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കുമെന്ന് ഈ പ്രവചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു പരിപാടി കൊണ്ടും നമുക്ക് മരണത്തെ അതിജീവിക്കാനോ നിത്യതയെ പ്രാപിക്കാനോ സാധിക്കുകയില്ല. ഞാൻ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയട്ടെ. വരുവാനുള്ള തേജസ്സിനെ നോക്കി പാർത്തവനാണ് അബ്രഹാം. 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഒന്നാമത്തെ കാര്യം, വാസ്തവമായതിനേക്കാൾ വാഗ്ദത്തങ്ങളെ പുണർന്ന മനുഷ്യനാണ്. രണ്ടാമത്, വസ്തുവകളുടെ ഒന്നുമില്ലായ്ക ഗ്രഹിച്ചയാളാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നതായ കാര്യം, വരാനുള്ള തേജസ്സിനെ നോക്കി പാർത്തണം. അദ്ദേഹം എന്താ നോക്കി പാർത്തത്? താന് ഈ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ കൂടെ യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്തു. ഇതേ ഇസഹാക്കിനെ, തൻ്റെ ഏകജാതനെ യാഗമർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുമില്ലാതെ താൻ കാണിച്ചു കൊടുത്ത മലയിൽ അവനെ അറക്കാനായിട്ട് കൊണ്ടുപോയി കത്തി ഓങ്ങി. അവനറിയാം വിശ്വാസം. കാരണം നിനക്ക് നിൻ്റെ സന്തതിക്ക് അവകാശം തരാമെന്ന് പറഞ്ഞിട്ട് സന്തതിയെ കൊന്നാൽ എന്ത് സംഭവിക്കും? ദൈവമാണ് പറഞ്ഞേക്കുന്നത് കൊല്ലാൻ. കൊന്നാലും അവൻ ദഹനയാഗമായി തീർന്നാലും അവൻ്റെ ചാരത്തിൽ നിന്ന് സന്തതിയെ കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം എന്നുള്ളതാണ്. അതാണ് തികഞ്ഞ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ദൈവം വല്ലതും അവൻ വല്ലതും അങ്ങനെ ചെയ്യുക, അല്ലേ? കാനായിലെ കല്യാണ ദിവസം യേശുവിൻ്റെ അമ്മ പറഞ്ഞു, അവൻ വല്ലതും പറഞ്ഞാൽ അങ്ങനെ ചെയ്തോ. ധൈര്യമായിട്ടാണ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു, അത് അവൻ്റെ വചനമാണ് ബൈബിൾ മുഴുവൻ. ശ്രദ്ധയോടെ ബൈബിൾ വായിച്ചു മനസ്സിലാക്കിയാൽ, ശ്രദ്ധയോടെ പ്രസംഗിക്കുന്നവരുടെ പ്രസംഗം കേട്ടാൽ, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ മതിയായവനാണ്. അവൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളെ സമ്പൂർണ്ണമായി സൗഖ്യമുള്ള തേജസ്സുള്ള ശരീരത്തിലേക്ക് മാറ്റും, നിത്യതയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. അബ്രഹാം കാത്തിരുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ളൊരു നഗരമാണ്. ഇന്നൊരു നഗരത്തിനും അടിസ്ഥാനമില്ല. ഇന്നലെ രാത്രി ഞാൻ കണ്ടു ബെയ്റൂട്ട് നഗരത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിക്കുന്നത്. ബഹുനില മാളികകളൊക്കെ കെട്ടിടങ്ങളൊക്കെ താഴോട്ട് ഇടിഞ്ഞ് വീഴുക. പക്ഷേ ദൈവം ശില്പിയായി നിർമ്മിച്ച നഗരമുണ്ട്, സ്വർഗീയ യെരൂശലേമുണ്ട്. അവിടെ ഒരു ബോംബിങ്ങുമില്ല, അവിടെ ഒരു യുദ്ധവുമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ മുറവിളിയില്ല. അങ്ങനെ ഒരു രാജ്യത്തിനായിട്ട് അബ്രഹാം കാത്തിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നതിലൂടെ, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഏറ്റുപറയുന്നതിലൂടെ, യേശുവിനായി ജീവിതം അർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത് സാധ്യമാവും. നിത്യജീവനും നിത്യജീവിതവും പുതിയ ആകാശഭൂമിയിൽ. അതിനായിട്ട് ഈ അബ്രഹാമിൻ്റെ ഈ വിശ്വാസം നിങ്ങൾക്ക് അനുധാവനം ചെയ്യാം. നമുക്കെല്ലാവർക്കും അത് അനുധാവനം ചെയ്യാം. ഈ 3 ലക്ഷണങ്ങൾ നമ്മൾ ധാരാളമായിട്ട് സമൃദ്ധമായിട്ട് നിലനിൽക്കട്ടെ. പരിശോധിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒന്നുകൂടി, വാസ്തവം എന്തെന്നറിയാതെ ദൈവവാഗ്ദത്തങ്ങളിൽ മാത്രം ചാരി ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, വസ്തുവകളുടെ ശൂന്യതകൾ മനസ്സിലാക്കുക. ലോകം നശിച്ചു പോകും. ഒരൊറ്റ ആറ്റോമിക് യുദ്ധത്തിലൂടെ ലോകം തകർന്നടിഞ്ഞു പോകാം. അതുപോലെ വരുവാനുള്ള തേജസ്, ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം, ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ദേശം, പുതിയ ആകാശഭൂമി. വെളിപ്പാട് ദിവസം 20 നിങ്ങൾ വായിക്കുക, അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ കർത്താവ് യേശു ക്രിസ്തുവുമായി നിത്യസഹിതമുള്ളൊരു ജീവിതത്തിനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. പാപക്ഷം പ്രാപിച്ച് നിത്യവും പ്രാപിച്ച് യേശുവിനോട് ചേർന്ന് നിത്യത്തിലെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടും. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം നമുക്ക് മുമ്പാകെ വച്ചിരിക്കുന്നത് എത്ര വലിയ മാതൃകയാണ്. അബ്രഹാം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു. തനിക്കുള്ളതെല്ലാം വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിശ്വാസത്താൽ പുറപ്പെട്ട അബ്രഹാമിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാനായിട്ട് യാതൊരു മടിയും കൂടാതെ യാഗമർപ്പിക്കുവാനായിട്ട് തുനിയുന്ന അബ്രാഹാമിൻ്റെ വിശ്വാസം എത്ര വലിയ വിശ്വാസമാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. നാം പലതും വിശ്വസിക്കുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തു എൻ്റെ രക്ഷകനാണ്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയിൽ ക്രൂശിൽ മരിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണോ? അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നത്, ആത്മരക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവന് അവകാശികളായിട്ട് തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കർത്താവിനോട് ഇങ്ങനെ പറയുമോ, ഞാനൊരു പാപിയായിരിക്കുന്ന മനുഷ്യനാണ്, എൻ്റെ പാപത്തിന് വേണ്ടിയാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായിട്ട് അവിടുന്ന് മരിച്ചു. എനിക്കിനി ശിക്ഷാവിധിയില്ല, എനിക്കിനി നിത്യമായി നരകത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എനിക്കൊരു പുതുവഴി തുറന്നിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുന്ന് എത്ര നല്ലവനായതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് വച്ചിരിക്കുന്ന വഴി എത്ര ലളിതമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം നാഥനും രക്ഷിതാവുമായി സ്വീകരിച്ച് ആ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ എന്നോർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനവധിയായിരിക്കുന്ന പാപ സ്വഭാവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ളവരാണ്. എന്നാൽ ആ പാപ ശിക്ഷയെ അവിടെ അകറ്റുവാൻ അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് അവിടുന്ന് നിത്യമായിരിക്കുന്ന രക്ഷ അവിടെ നൽകി. അതോർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് ആ കർത്താവിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ്, 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യമാ.